മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നാം ഇന്ന് വിചിന്തനം ചെയ്യാനായിട്ട് വേണ്ടി ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ സ്വരം ശ്രവിക്കുവാൻ കഴിയാതെ ജീവിക്കുന്ന രാജകീയ പുരോഹിതഗണം. നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണെന്നുള്ള സത്യം മനസ്സിലാക്കാതെ ഈ ലോകത്തെയും ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾക്കും മാത്രമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നവരായ നാം ഓരോരുത്തരും ഭോഷന്മാരാണെന്നുള്ള സത്യമാണ് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ കന്യാമറിയത്തെ ഗബ്രിയേൽ ദൂതൻ തൻ്റെ ദൂതറിയിക്കുമ്പോൾ മറിയം ഇത് സംഗ്രഹിക്കുകയായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. കൃപ ലഭിച്ചാൽ മാത്രമാണ് ദൈവത്തിൻ്റെ സ്വരം നമ്മൾക്ക് ശ്രവിക്കുവാൻ സാധ്യമാകൂ. മാത്ര ക്രിസ്ത്യാനികളായി ജീവിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതായ രാജകീയ പുരോഹിത ഗണത്തെയാണ് നാം കാണുന്നത്. തീർച്ചയായും നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി മാറണം. കർത്താവിൻ്റെ ദൂത് മനസ്സിലാക്കണമെങ്കിൽ നാം അഭിഷിക്തരാകണം. മറ്റുള്ളവരിലേക്ക് വചനം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിലേക്ക് ആ വചനത്തിൻ്റെ ജ്വാല ജ്വലിച്ച് അവരും ജ്വലിക്കപ്പെടുവാനായിട്ട് വേണ്ടി കൃപയ്ക്കായി നാം പ്രാർത്ഥിക്കണം. ഉൽപ്പത്തിയിൽ ആദവും ഹവ്വയും കർത്താവിൻ്റെ സ്വരം ശ്രവിച്ചു എങ്കിലും അത് ഗ്രഹിക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ കർത്താവ് അവിടെ കൽപ്പിച്ചത് അനുസരിക്കുമായിരുന്നു. ഇന്ന് നമ്മുടെ സഭയിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ, വളരെയധികം ആത്മാക്കൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണമെന്ത്? അഭിഷിക്തരെന്ന് നാം അഭിമാനിക്കുമ്പോൾ നമ്മളുടെ അൽമായഗണവും പുരോഹിതഗണവും ഇടയന്മാരുമെല്ലാം യേശുവിനോട് ചേർന്ന് തന്നെയാണോ ജീവിക്കുന്നത്? യേശുവിന് വേണ്ടിയാണോ അവർ പ്രവർത്തിക്കുന്നത്? ആ ചിന്ത നമ്മളിലേക്ക് വരുന്നത് നന്നായിരിക്കും. കാരണം ഒരു പുരോഹിതനാകാനായിട്ട് വേണ്ടി ചിലവഴിക്കുന്ന വർഷങ്ങൾ വളരെയേറെയാണ്. എന്നിട്ടും അവർ ആ ദൈവത്തിൻ്റെ അഭിഷേകം ലഭിക്കാതെ യേശുവിൽ നിന്നകന്ന്, യേശു സ്ഥാപിച്ച സഭയിൽ നിന്നകന്ന് ദൈവജനത്തിന് ദുഷ്പ്രേരണ കൊടുത്തുകൊണ്ട് അവരും നാശത്തിലേക്ക് പോകുന്നു, ദൈവജനവും നാശത്തിലേക്ക് പോകുന്നു. ഇതല്ലേ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജീയ പുരോഹിതഗണമായ എല്ലാ ജനതകളും കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഈ ഭൂമിയിൽ നമുക്ക് മനുഷ്യജന്മം, അതായത് ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും നമുക്ക് ജന്മം ലഭിക്കുവാനായിട്ട് പിതാവായ ദൈവം നൽകിയ അവസരമാണ്. ഈ ലോകത്ത് നാം നല്ലത് കാണുവാനും കേൾക്കുവാനും നമുക്ക് സാധിക്കുന്നതും ദൈവത്തിൻ്റെ കൃപയാണ്. ഈ ലോകത്തെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കുന്നവരാണ് നാമെങ്കിൽ നാം ഭോഷന്മാരാണെന്നുള്ള ഒരു സത്യം നാം മനസ്സിലാക്കണം. കാരണം നമ്മുടെ കണ്ണുകൾ കാണാത്തതും കാതുകൾ കേൾക്കാത്തതുമായ അത്രക്ക് മനോഹാരിതമായ ഒരു സ്വർഗീയ രാജ്യത്തിലേക്കാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് യോഗ്യത നൽകി തന്നിരിക്കുന്നത്. ഇവിടെ ലഭിക്കുന്നത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ പിന്നെ നമ്മൾ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? അതിനുവേണ്ടി പ്രയത്നിക്കേണ്ട ആവശ്യമില്ല.
അത്യുന്നതനായ ദൈവം വസിക്കുന്നിടത്തേക്ക് തന്നെയാണ് നമ്മെ സ്വീകരിക്കുവാൻ വേണ്ടി. അത് വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ അവിടെ എത്തുവാൻ സാധ്യമാവൂ. കാരണം പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുന്നിലേക്കാണ് നാം ചെല്ലുന്നത്. പരിശുദ്ധനായ ദൈവം നൽകുന്ന ദൗത്യമാണ് അവിടെയും നിർവഹിക്കാനുള്ളത്. ഇവിടെ നിർവഹിക്കാൻ പറ്റാത്ത വ്യക്തികൾ ഏത് രൂപത്തിലായാലും, അജഗണമായാലും ഇടയനായാലും പുരോഹിത ഗണമായാലും, അവൻ്റെ വിശ്വസ്തത എത്രയുണ്ടെന്ന് ദൈവം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നാം കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറാകുക. അതിനുള്ള കൃപകൾ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്താലും ദൈവവചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടും ആ വചനത്തിൻ്റെ സ്വരം നമ്മളിൽ എന്നും മുഴങ്ങുവാനുള്ള കൃപകൾ ലഭിക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ബ്രദർ തോമസ് ജോർജ്, പാണാശ്ശേരി.